നെടുമ്പാശ്ശേരിയിൽ 6.5 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വയനാട് സ്വദേശി അബ്ദുൾ സമദ് പിടിയിലായിരിക്കുന്നു. ബാങ്കോക്കിൽ നിന്ന് ഭക്ഷ്യ പാക്കറ്റുകളിൽ ഒളിപ്പിച്ചായിരുന്നു വൻ ലഹരി കടത്ത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. തിയോഫിൻ, വലിയൊരു ലഹരി വേട്ടയാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് സമഗ്രമായ വിവരങ്ങൾ? മനു, വലിയ ലഹരിവേട്ട എന്ന് തന്നെ പറയണം. പറയുമ്പോൾ ഇതിന്റെ അളവ് വലുതാണെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി ഇതിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ വൻ ലഹരിവേട്ട എന്ന് തന്നെ പറയും. 6.44 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. ഈ ഹൈബ്രിഡ് കഞ്ചാവ് കിലോയ്ക്ക് 1 കോടിയോളം രൂപ വില വരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 6.5 കോടിയോളം വില വരുന്നതായി കസ്റ്റംസ് കണക്കാക്കിയിട്ടുള്ളത്. എയർ കസ്റ്റംസ് ആണ് പിടികൂടിയത്. ജെറ്റ് എയർവേസിൽ നെടുമ്പാശ്ശേരിയിലെത്തിയ യാത്രക്കാരിൽ നിന്നുമാണ് പിടികൂടിയത്. വയനാട് സ്വദേശിയാണ് 26 വയസ്സുള്ള അബ്ദുൾ സമദ്. ഇയാൾ ബാങ്കോക്കിലേക്ക് പോയി അവിടെ നിന്ന് ഭക്ഷ്യ പാക്കറ്റ് അവിടെ നിന്ന് കഞ്ചാവുമായി തിരികെ വരികയായിരുന്നു. തിരികെ വരുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. ഇത്തരത്തിൽ കഞ്ചാവ് കടത്തുന്നതിനെ റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇയാൾ ഒരു കാരിയറാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ നിരവധി കാരിയർമാരെ ഈ ലഹരി കടത്ത് സംഘം ഉപയോഗിക്കുന്നുണ്ട്. ഇവർക്ക് 50,000 രൂപയും ബാങ്കോക്കിലേക്ക് പോകാനും മടങ്ങി വരാനുമുള്ള ടിക്കറ്റാണ്. ആ ബാങ്കോക്ക് യാത്ര അപ്പോൾ ഒരു വിദേശ യാത്ര സൗജന്യമായി തരമാകുന്നു. അതോടൊപ്പം തന്നെ ഈ കിട്ടുന്ന പണം കൂടി കണക്കിലാക്കി എടുക്കുമ്പോൾ കഞ്ചാവ് കാരിയർ, ഇവര് ഹൈബ്രിഡ് കഞ്ചാവിന്റെ കാരിയർമാരായി പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ് ഈ അബ്ദുൾ സമദ്. ഇയാളിൽ നിന്നാണ് ഇപ്പോൾ 6.44 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് തന്നെ ഹാജരാക്കുമെന്നാണ് എയർ കസ്റ്റംസ് അറിയിച്ചിട്ടുള്ളത്. അയാളൊരു വലിയ ലഹരിക്കടത്ത് സംഘത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്നാണോ പ്രാഥമിക നിഗമനം? മനു, കസ്റ്റംസ് സംഘത്തിന്റെ പ്രാഥമിക നിഗമനം ഇങ്ങനെ തന്നെയാണ്. കാരണം ഇയാൾ ഒരു കാരിയർ മാത്രമാണ്. ഇയാൾക്ക് പിന്നിൽ വലിയ സംഘമുണ്ട്. ഇത്തരത്തിൽ നിരവധി കാരിയർമാർ ഉണ്ട്. അത്തരത്തിൽ ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ ഒരു നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പരിശോധിച്ചു വരികയാണ്. ഈ ലഹരി കടത്ത് സംഘത്തിൽ കണ്ണികളായിട്ടുള്ളവരെയും ഇതിന് നേതൃത്വം നൽകുന്നവരെ കുറിച്ചും ഇനി കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി വ്യാപകമായ അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലാണ് എന്തായാലും കസ്റ്റംസ് സംഘം. കാരണം സംസ്ഥാനത്ത് ഇത്തരത്തിൽ അതായത് കൊച്ചിയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വ്യാപകമായി സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇവരുമായി ബന്ധമുള്ളവരെ കണ്ടെത്തണമെങ്കിൽ അതിന് പോലീസിന്റെ സഹായം ആവശ്യമാണ്. അങ്ങനെ പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി വിശദമായ അന്വേഷണം നടത്താനുള്ള ഒരു നീക്കത്തിലാണ് കസ്റ്റംസ്. അതോടൊപ്പം തന്നെ സമാനമായ രീതിയിൽ നേരത്തെയും ഏകദേശം 1 മാസം മുൻപും ഇത്തരത്തിൽ വലിയ കഞ്ചാവ് കടത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടികൂടിയിരുന്നു. എന്തായാലും വിമാനത്താവളം വഴി വലിയ തോതിൽ കഞ്ചാവ് കടത്തി വരുന്നുണ്ട്. ഇത്തരത്തിൽ കാരിയർമാരെ നിരവധി പേരെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് വിമാന ടിക്കറ്റും പണവും നൽകിയാണ് ഇത്തരത്തിൽ ലഹരി കടത്ത് നടത്തി വരുന്നതെന്നാണ് കസ്റ്റംസിന് വ്യക്തമായിട്ടുള്ള വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ സംഘത്തിലെ മറ്റ് കണ്ണികളെയും ഇയാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്നവരെ കുറിച്ചുമൊക്കെ വിശദമായി കസ്റ്റംസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഒപ്പം പോലീസിന്റെ കൂടി സഹായം തേടിക്കൊണ്ടാവും തുടർന്നുള്ള അന്വേഷണവും ഉണ്ടാവുക. മനു, ശരി, ഓക്കെ, താങ്ക് യു തിയോഫിൻ. തിയോഫിനാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും വെറും 50,000 രൂപയ്ക്ക് വേണ്ടിയാണ് ഈ അബ്ദുൾ സമദ് ഈ പണിയെടുത്തതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, 50,000 രൂപ ഒരു തവണ കഞ്ചാവ് കടത്തുന്നതിന് കൊടുക്കും. അത് മാത്രമല്ല, ഈ ബാങ്കോക്കിൽ പോകാനുള്ള ടിക്കറ്റും തിരിച്ചു വരാനുള്ള ടിക്കറ്റും നൽകും. ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് അതിന്റെ വീര്യം കൂടുതലാണ്. അത് ആർട്ടിഫിഷ്യലായി കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരം കഞ്ചാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് എന്താ പറയുക, അതിന്റെ വീര്യം വളരെ കൂടുതലാണ്, വിലയും ഏറ്റവും കൂടുതലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്.